വിശദമായ വാർത്തകളിലേക്ക്. താമരശ്ശേരി ചുരത്തിൽ തീപിടുത്തം. ചുരം 6-ാം വളവിന് മുകളിൽ വനപ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. വനത്തിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തതിനാൽ തല്ലിക്കെടുത്താനാണ് ശ്രമം. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വനത്തിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തീ കൂടുതൽ പ്രദേശത്തേക്ക് പടരാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നുണ്ട്. വയനാട് ലക്കിടിയിൽ ദേശീയപാതയോട് ചേർന്നുള്ള ചതുപ്പ് പ്രദേശങ്ങൾ വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ഹൈ ഹസാർഡ് സോണിൽ ഉൾപ്പെടുത്തിയ പ്രദേശമാണ് മണ്ണിട്ട് നികത്തുന്നത്. ഇവിടെയുള്ള തോട് ഉൾപ്പെടെ കയ്യേറി പാലം നിർമ്മിച്ചതിന് പിന്നാലെയാണ് ചതുപ്പ് നികത്തൽ തുടരുന്നത്. 2019 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഹൈ ഹസാർഡ് സോണിൽപ്പെട്ട മേഖലയാണിത്. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽപ്പെട്ട ലക്കിടിയിലാണ് ചതുപ്പ് നിലം വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നത്. ഈ പ്രദേശത്ത് തന്നെയാണ് സ്വകാര്യ വ്യക്തി അനധികൃതമായി പാലം നിർമ്മിച്ചതും. ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. DDMA-യുടെ നിയമപ്രകാരം 8 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങുകൾ മാത്രമേ നിർമ്മിക്കാവൂന്നുള്ള കർശന നിർദ്ദേശം നിലനിൽക്കുന്ന പഞ്ചായത്താണ്. ഇതൊക്കെയുള്ള സ്ഥലത്താണ് നിർബാധം തണ്ണീർത്തടങ്ങളടക്കം ചതുപ്പ് നിലങ്ങളടക്കം മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഈ ജില്ലയുടെ പ്രത്യേക പരിഗണനയിൽ വെച്ചുകൊണ്ട് കട്ടിംഗ് പെർമിറ്റിനോടൊപ്പം തന്നെ മണ്ണ് എവിടെയാണ് നിക്ഷേപിക്കുന്നതിനുള്ള ഫില്ലിംഗ് പെർമിറ്റ് കൂടെ ഈ ജില്ലയിലെ ഈ ഒരു ഉത്തരവിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകണമെന്നും. ഭൂമി തരംമാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളാണ് വൈത്തിരി വില്ലേജിൽ ഉയർന്നു വന്നത്. വൈത്തിരി വില്ലേജ് അസിസ്റ്റന്റിനെ വ്യാജരേഖ ചമച്ചതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ വ്യാപകമായി ഭൂമി തരംമാറ്റുകയും തണ്ണീർത്തടങ്ങളും ചതുപ്പുകളും മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ വലതുകര കനാൽ തകർന്നതോടെ വടകര താലൂക്കിലെ കർഷകർ ആശങ്കയിൽ. ചെരണ്ടത്തൂർ ചിറയിൽ മാത്രം 900 ഏക്കർ നെൽകൃഷിയാണ് പ്രതിസന്ധിയിലാകുന്നത്. അധികൃതർ 1 മാസത്തിനകം കനാൽ പൈപ്പ് സ്ഥാപിച്ച് ജലസേചനം സാധ്യമാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കർഷകരുടെ ആശങ്ക മാറുന്നില്ല. 2 ദിവസം മുൻപാണ് മരുതോങ്കരയിൽ പ്രധാന കനാൽ തകർന്നത്. തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി എളുപ്പമല്ല. വലിയ വ്യാസമുള്ള പൈപ്പ് താൽക്കാലികമായി സ്ഥാപിച്ച് 20 ദിവസത്തിനകം ജലമൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ കനാൽ ജലം വൈകുന്നത് നെൽകൃഷി ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ചെരണ്ടത്തൂർ ചിറയിലെ 900 ഏക്കർ നെൽകൃഷി കനാൽ വെള്ളം പ്രതീക്ഷിച്ച് തുടങ്ങിയതാണ്. വൈകിയാൽ കർഷകർ കഷ്ടത്തിലാകും. ഇവിടെ ഈ ചെണ്ടത്തൂർ ചിറയിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ ഒരിറ്റുണ്ടാവില്ല, ഒരു ലെവലേഴ്സും ഉണ്ടാവില്ല. പുറത്ത് വന്നെങ്കിലും വെള്ളം ഉണ്ടാവില്ല, എല്ലാം ഉണങ്ങും. തോടടക്കം ഉണങ്ങി പൊട്ടിപ്പോവും. MLA-യും പിന്നെ കൃഷിഭവനും ഇങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ട് മാർച്ച് 10 ലാസ്റ്റ് പറഞ്ഞ. അപ്പോൾ കനാൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മെനക്കെട്ടൊന്നുമില്ല. ഞങ്ങളെ പിന്നെ ഇതുവരെ ചിലവാക്കേണ്ടതൊക്കെ ചിലവാക്കി. ഇനി ചെറിയൊരു ചിലവാക്കാൻ ബാക്കിയുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ പാടം കറക്കറി പോക്കി ഞാൻ നിവൃത്തിയുള്ളൂ. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ മരുതോങ്കരയിലെ കനാൽ തകരാൻ ഇടയാക്കിയത് എന്ന ആരോപണം വ്യാപകമാണ്. മരുതോങ്കരയിൽ പരിഹാരം കണ്ടാലും ഇത്തരത്തിൽ തകർന്ന ഭാഗങ്ങൾ ഏറെയുണ്ട്. മിക്കയിടത്തും കാടുപിടിച്ചും മണ്ണിടിഞ്ഞും ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയും ഉണ്ട്. ന്യൂസ് 18 കുറ്റ്യാടി. മലപ്പുറം എടവണ്ണ സീതി ഹാജി പാലം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഈ മാസം 14 മുതൽ അടച്ചിടും. കാൽനട മാത്രമായിരിക്കും പാലത്തിലൂടെ അനുവദിക്കുക. 25 ദിവസത്തേക്കാണ് പാലം പൂർണ്ണമായും അടയ്ക്കുക. 2019 മഴക്കാലത്ത് കേടുപാടുകൾ സംഭവിച്ച പാലത്തിന്റെ സ്ലാബുകൾ നീങ്ങിയ നിലയിലാണ്. കൊടുവള്ളി പന്നൂരിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു തകർന്നു. ആരാമ്പ്രം കാഞ്ഞിരമുക്ക് റോഡിൽ ഇന്ന് രാവിലെയാണ് അപകടം. ആരാമ്പ്രം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ച ശേഷം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പോസ്റ്റ് മുറിഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങിയെങ്കിലും നിലം പൊത്തിയില്ല. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തോടനുബന്ധിച്ച് ആനയൂട്ട് സംഘടിപ്പിച്ചു. കടത്തനാട് ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട്. നിരവധി ഭക്തജനങ്ങളും ആനപ്രേമികളും എത്തിച്ചേർന്നു. മീനാട് കേശു, കീഴൂട്ട് ശ്രീകണ്ഠൻ, ചീരോത്ത് രാജീവൻ എന്നീ ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. മാർച്ച് 9 തുടങ്ങിയ പൂരം മഹോത്സവം 18 വരെ നീണ്ടു നിൽക്കും.
ഇടുക്കിയിൽ രവീന്ദ്രൻ പട്ടയങ്ങളുടെ രണ്ടാം ഘട്ട പരിശോധന നാളെ കളക്ടറേറ്റിൽ നടക്കും. കുഞ്ചിത്തണ്ണി മേഖലയിലെ 37 പട്ടയങ്ങളുടെ ഹിയറിംഗ് ആണ് നടക്കുക. KDH, ദേവികുളം, മാങ്കുളം മേഖലകൾ ഒഴികെ മറ്റ് വില്ലേജുകളിലെ പട്ടയാപേക്ഷകൾ സ്വീകരിക്കും. കുഞ്ചിത്തണ്ണി മേഖലയിൽ രവീന്ദ്രൻ നൽകിയ 37 പട്ടയങ്ങളുടെ ഹിയറിംഗ് നടപടികളാണ് 14-ന് കളക്ടറേറ്റിൽ നടത്തുന്നത്. KDH, ദേവികുളം, മാങ്കുളം ഒഴികെയുള്ള മേഖലയിൽ നിന്നും പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ദേവികുളം തഹസീൽദാർ ഷാഹിന രാമകൃഷ്ണൻ പറഞ്ഞു. 6000 അപേക്ഷകൾ നിലവിൽ ദേവികുളത്തുണ്ട്. 2000 അപേക്ഷകളിൽ ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്തി. 6000-ഓളം അപേക്ഷകൾ നമ്മുടെ ഓഫീസിൽ പെൻഡിംഗ് ഉണ്ട്. 2000-ഓളം കേസുകൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അതിന് നടപടികൾ തുടർന്നു വരുന്നു. അടുത്ത ഹിയറിംഗ് 14-ാം തീയതിയാണ് ജില്ലാ കളക്ടർ നിശ്ചയിച്ചിരിക്കുന്നത്. കുഞ്ചിത്തണ്ണി വില്ലേജിലെ അപേക്ഷകളാണ് എടുക്കുന്നത്. അത് ജില്ലാ കളക്ടറേറ്റിൽ തന്നെ വെച്ചാണ് ഹിയറിംഗ് നടത്തുന്നത്. അത് അന്നത്തെ കേസിൽ അസൈൻമെൻറ്റ് ഓർഡർ കൊടുത്ത കുറേ അധികം ആളുകൾ പൈസ അടച്ചിട്ടില്ല. അപ്പോൾ അതിന് ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വേണം. അത് ജില്ലാ കളക്ടർക്ക് നമ്മൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റിയാർവാലിയിൽ കരമടയ്ക്കാത്ത തൊഴിലാളികളുടെ ഭൂപ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കും. KDH, ദേവികുളം, മാങ്കുളം മേഖലകളിൽ 10,000-കണക്കിന് ആളുകളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഇത്തവണയും ഈ മേഖലയെ ഒഴിവാക്കുന്നത് വ്യാപക പരാതികൾക്കിടയാക്കും. ന്യൂസ് 18 ഇടുക്കി. കോന്നി ആനപരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച കുട്ടിക്കൊമ്പൻ ഇനി മുതൽ ആനപ്രേമികൾക്ക് കൊച്ചയ്യപ്പനാണ്. വനമന്ത്രി AK ശശീന്ദ്രനാണ് 1.5 വയസ്സുള്ള കുട്ടിക്കൊമ്പന് ഔദ്യോഗികമായി പുതിയ പേര് നൽകിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19-നാണ് കുട്ടിയാനയെ കോന്നി ആനത്താവളത്തിൽ എത്തിച്ചത്. കുറുമ്പും കുസൃതിയും കാട്ടി സഞ്ചാരികളെ ആകർഷിക്കുന്ന കോന്നി ആനത്താവളത്തിലെ കുട്ടിക്കൊമ്പൻ ഇനി ആനപ്രേമികൾക്ക് കൊച്ചയ്യപ്പനാണ്. മന്ത്രി ശശീന്ദ്രനാണ് ആനക്കുട്ടിക്ക് ആനത്താവളത്തിലെത്തി പുതിയ പേര് നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് ആനത്താവളത്തിലെ താപ്പാനയായിരുന്ന അയ്യപ്പൻ എന്ന കൊമ്പൻ്റെ ഓർമ്മയ്ക്കായാണ് കുട്ടിയാനയ്ക്ക് കൊച്ചയ്യപ്പൻ എന്ന പേര് നൽകിയത്. അയ്യപ്പൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായി ഒരു കൊച്ചയ്യപ്പൻ ഇരിക്കട്ടെ അത് തീരുമാനിച്ചു. കാരണം ഈ ജില്ലയും ഈ പ്രദേശവും ശബരിമല അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ആ നാമം എല്ലാ കാലത്തും തുടർന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനൊരു പേര് വിളിക്കാൻ തീരുമാനിച്ചത്. ആനക്കുട്ടിക്ക് പേര് നൽകിയതോടെ ചട്ടം പഠിപ്പിക്കുന്ന പാപ്പാനും കാര്യങ്ങൾ അറിയിക്കാൻ എളുപ്പമായി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 19-നാണ് ആങ്ങമൂഴി കൊച്ചുകോയിക്കൽ കിളിയറിഞ്ഞാൻകല്ല് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നും കൂട്ടം തെറ്റിയ കുട്ടിയാനയെ കോന്നി ആനത്താവളത്തിലെത്തിച്ചത്. K. ജനീഷ് കുമാർ MLA, ജില്ലാ കളക്ടർ ദിവ്യ S. അയ്യർ എന്നിവരും മന്ത്രിക്കൊപ്പം കുട്ടിയാനയുടെ പേരിടൽ ചടങ്ങിൽ ആനത്താവളത്തിലെത്തിയിരുന്നു. കൊച്ചയ്യപ്പിന് പുറമെ കൃഷ്ണ, ഈവ, മീന, പ്രിയദർശിനി, സുരേന്ദ്രൻ എന്നിവരാണ് കോന്നി ആനത്താവളത്തിലെ ആനകൾ. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി കാർഷിക കേരളം. കാസർഗോഡ് കൊള്ളവയൽ പാടശേഖരത്തിൽ ഇത് തണ്ണിമത്തൻ വിളവെടുപ്പ് കാലം. 1.5 ഏക്കർ സ്ഥലത്തിറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനിയാണ് വിളവ് ലഭിച്ചത്. ചീരയും നരമ്പനും വെള്ളരിയും കക്കരിയും കൃഷിയിറക്കിയിരുന്ന അജാനൂർ പഞ്ചായത്തിലെ കൊളവയൽ മാട്ടുമ്മലിലെ കുടുംബശ്രീ പ്രവർത്തകർ ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിച്ചത്. ഭാഗ്യശ്രീ ഫസ്റ്റ്, ഭാഗ്യശ്രീ സെക്കൻഡ്, ധനശ്രീ, ആതിര എന്നീ JLG ഗ്രൂപ്പുകളിലെ 13 അംഗങ്ങൾ ചേർന്ന് കൊളവയലിലെ 1 ഏക്കർ പാടത്താണ് കൃഷിയിറക്കിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും അജാനൂർ കുടുംബശ്രീ CDSന്റെയും സഹകരണത്തോടെയായിരുന്നു കൃഷി. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ആദ്യം നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്. എന്നാലും കൃഷി നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ മിഷന്റെ പൂർണ്ണ നേതൃത്വം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിന്തുണ മുഴുവൻ കിട്ടിയത് കൊണ്ട് വിത്തെല്ലാം അവരാണ് തന്നെ ജില്ലാ മിഷന്ന് കൊണ്ടുവന്നതാണ്. CDSന്റെ ഭാഗമായി ജില്ലാ മിഷന്ന് വിത്ത് കൊണ്ടുവന്ന് ഇറക്കിയതാണ്. ചൂട് കൂടുന്ന ദിവസങ്ങളിൽ തണ്ണിമത്തൻ ആളുകൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. കീടനാശിനി പ്രയോഗമില്ലാത്ത ജൈവ കൃഷിയായതിനാൽ ആവശ്യക്കാരും ഏറെയുമാണ്. ന്യൂസ് 18 കാസർഗോഡ്. വയനാട്ടിൽ ആശുപത്രിക്കായി സമരരംഗത്താണ് അരിവാൾ രോഗം ബാധിച്ചവർ. രോഗഗവേഷണത്തിനായി കേന്ദ്രം സ്ഥാപിക്കാൻ തറക്കല്ലിട്ടുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തവിഞ്ഞാൽ പഞ്ചായത്തിലെ ഗ്ലെൻലെവൻ എസ്റ്റേറ്റിൽ ആശുപത്രിക്കായി തറക്കല്ലിട്ടത്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കുടക്, മൈസൂർ, നീലഗിരി ജില്ലകളിലെയും അരിവാൾ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ഈ പദ്ധതി. വർഷം 1 കഴിഞ്ഞെങ്കിലും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധത്തിലാണ് രോഗികൾ. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുക, വയനാട് മെഡിക്കൽ കോളേജിൽ സ്പെഷ്യൽ യൂണിറ്റ് സ്ഥാപിക്കുക എന്നിവയാണ് ആവശ്യം.
ഒരു വർഷം കഴിഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴും അതിൻ്റെ പണി തുടങ്ങുകയോ അതിനു വേണ്ട നടപടികളൊന്നും ആരംഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കോവിഡ് കാലത്ത് തന്നെ ഞങ്ങളുടെ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിൻ്റെ മരണങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. അതേസമയം ഞങ്ങൾ അറിയുന്ന രോഗികൾ ഈ കോവിഡ് കാലത്ത് 15 പേര്, എല്ലാവരും 38 വയസ്സിന് താഴെയുള്ള ആളുകളാണ് മരിച്ചുപോയി. ബഡ്ജറ്റിൽ അരിവാൾ രോഗികൾക്കായി ധനസഹായം പ്രഖ്യാപിച്ചതിൽ രോഗികളുടെ സംഘടന ആശ്വാസമറിയിച്ചു. ന്യൂസ് 18 വയനാട്. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമല്ല എന്നാണ് പരാതി. പ്രതിഷേധവുമായി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ 15, 17, 18, 19, 21 വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് UDF മെമ്പർമാരും കുടിവെള്ളക്ഷാമം നേരിടുന്ന മറ്റ് വാർഡ് മെമ്പർമാരും ചേർന്ന് വാട്ടർ അതോറിറ്റി ഉപരോധിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധ സൂചകമായി ഓഫീസിന് മുന്നിൽ കലമുടച്ച് പ്രതിഷേധിച്ചു. അവരുടെ അനീതിക്കെതിരെയുള്ള ആ പ്രതിഷേധ സൂചകമായിട്ട് ഇതാ ഞങ്ങളുടെ തുടർന്ന് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. കുടിവെള്ള പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ല എങ്കിൽ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത UDF പാർലമെന്ററി പാർട്ടി നേതാവ് MB റെജി അറിയിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശം സന്ദർശിച്ച് ഉടൻ പരിഹാരം കാണുമെന്ന് കേരള വാട്ടർ അതോറിറ്റി കോതമംഗലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. പതിവ് തെറ്റാതെ ഇക്കൊല്ലവും താലമേന്തി 100-ൽ പരം പുരുഷാംഗനമാർ. കൊട്ടാരക്കര ഇഞ്ചക്കാട് മഹാദേവർ ക്ഷേത്രത്തിലാണ് പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് താലമേന്തിയത്. കോടിയൂട്ടുകാവിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയായിരുന്നു പുരുഷാംഗനമാർ താലമേന്തിയത്. പ്രകൃതി പുരുഷ ഏകത്വം എന്ന സങ്കല്പത്തിലുള്ള പുരാണത്തിലെ ശിവപാർവതിമാരുടെ സംയോജിത രൂപത്തെ ആധാരമാക്കിയാണ് ക്ഷേത്രത്തിൽ പുരുഷാംഗനമാർ താലമെടുത്തത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള ആചാരമാണ് ഭക്തിപൂർവ്വം നടത്തപ്പെട്ടത്. എറണാകുളത്തുനിന്ന് ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞതിൻ്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ദേവിയുടെ കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില നേർച്ചകൾ ആയിട്ട് വന്നതാണ്. പൊതുവെ എല്ലാ വർഷത്തേക്കാളും ആളുകൾ ഈ വർഷം കുറവായിരുന്നു. സാധാരണഗതിയിൽ ഈ ഇഞ്ചക്കാട് വിളക്കിന് ധാരാളം ആളുകൾ എത്താറുണ്ട്. ചിലപ്പം കൂടുതൽ പബ്ലിസിറ്റി കിട്ടി കാണത്തില്ലാന്ന് തോന്നുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ക്ഷേത്രത്തിൽ താലമെടുക്കുന്നതിന്റെ ഉദ്ദേശം. ആദ്യമായി താലമെടുത്തവർക്കും കുട്ടികൾക്കും നിർദ്ദേശങ്ങളും ശകാരവും ഒക്കെയായി പുരുഷാംഗന മുത്തശ്ശിയും മുന്നിലുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ പുരുഷന്മാരുടെ ഈ സ്ത്രീവേഷം കെട്ടി താലപ്പൊലി എടുത്ത് അവരുടെ ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് അവർ വളരെ ഭക്തിപരമായിട്ട് ഭക്തി നിർഭരമായിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താലപ്പൊലിയും എടുത്ത് കൊണ്ടാടുകയാണ് എല്ലാ വർഷം തോറും. കൗതുകകരവും ഭക്തി നിർഭരവുമായ ചടങ്ങ് ദർശിക്കാൻ ആയിരങ്ങൾ കാണികളായി എത്തി. സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറുമെല്ലാം തുല്യരാണ് എന്ന സങ്കല്പമാണ് വിശ്വാസത്തിന് പിന്നിൽ. ദൂരസ്ഥലങ്ങളിൽ നിന്നും 3 വയസ്സ് മുതൽ 62 വയസ്സ് വരെ പ്രായമുള്ളവരും താലമെടുക്കാനെത്തിയിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ താലമേന്തിയുള്ള പ്രദക്ഷിണവും സമർപ്പണവും കഴിഞ്ഞതോടെ പുരുഷാംഗന വിളക്കെടുപ്പ് സമാപിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മൂന്നാർ പഞ്ചായത്തിന്റെ ആട് വിതരണ പദ്ധതി പ്രഹസനമെന്ന് മുൻ MLA AK മണി. തൊഴിലാളികൾക്ക് സൗജന്യമായി നൽകേണ്ട ആടുകളെ പണം വാങ്ങി നൽകുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാറിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളുടെ ക്ഷേമത്തിനായാണ് പഞ്ചായത്തും സർക്കാരും പ്രവർത്തിക്കേണ്ടത്. എന്നാൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുമുന്നണി അവരുടെ സ്വകാര്യ താൽപര്യങ്ങൾക്കാണ് പ്രവർത്തിക്കുന്നത് എന്നും AK മണി ആരോപിച്ചു. பஞ்சாயத்தில் இல்லை, எங்கேயுமே இல்லை. இந்த பைசா கொடுத்து வாங்கிக்கிற பஞ்சாயத்தில் இலவசமாக கொடுக்குறோம் ஆடு என்று சொல்லக்கூடிய அந்த திட்டத்தை பணம் வாங்கிட்டு கொடுக்குற அந்த ஆடை மறையூரில் போய் வாங்குற 3500க்கும் 7500க்கும் இஷ்டம் போல ஆடுகள் அங்கே கிடைக்கும். കുടുംബശ്രീ മിഷൻ നടത്തുന്ന നവകേരള ക്യാമ്പയിന്റെ കലാജാഥയ്ക്ക് കൊണ്ടോട്ടിയിൽ സ്വീകരണം നൽകി. പര്യടനത്തിന് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി മാപ്പിള കലാ അക്കാദമിയിൽ സ്വീകരണം നൽകി. ഡിസംബർ 18-ന് ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമാണ് കലാജാഥ. കുടുംബശ്രീയുടെ രംഗശ്രീ ടീം അവതരിപ്പിക്കുന്ന നാടകവും സംഗീത ശില്പവും ഉൾക്കൊള്ളിച്ചുള്ള പരിപാടികളാണ് ജാഥയിൽ ഉള്ളത്.
100 വർഷം പിന്നിട്ട മൂന്നാറിലെ ആംഗ്ലോ തമിഴ് പ്രൈമറി സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഈ മാസം 27-ന് നടക്കും. പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വളരെ വിപുലമായി നടത്താനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ സർക്കാർ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് വിപുലമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്കൂളാണ് നൂറ്റാണ്ട് പിന്നിടുന്നത്. ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 27-ന് വിപുലമായി ആഘോഷിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. പൂർവ്വ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വ്യാപാരി സമൂഹവുമെല്ലാം പങ്കെടുക്കുന്ന വിധത്തിലുള്ള വലിയ ആഘോഷ പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂളിന്റെ പ്രഥമാധ്യാപിക എം മാരിയമ്മാൾ പറഞ്ഞു. நமது பாடசாலையின் நூற்றாண்டு விழா கொண்டாட்டம் சிறப்பாக இம்மாதம் 27ஆம் தேதி கொண்டாட தீர்மானிக்கப்பட்டுள்ளது. இவ்விழாவில் அனைவரும் கலந்து கொண்டு சிறப்பித்து தர வேண்டும் என்று മനഃപൂർവ്വமாக പണിവൻപുടൻ കേട്ടുകൊള്ളുகிறோம். തോട്ടം മേഖലയിലെ തമിഴ് വംശജരായ തൊഴിലാളികളുടെ മക്കളുടെ ഉന്നമനത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തദ്ദേശ ഭരണകൂടത്തിന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ പറഞ്ഞു. ന്യൂസ് 18 മൂന്നാർ. വിവാഹ വാർഷികത്തിന് 24 മണിക്കൂർ കൊണ്ട് 51 ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയമായ ഒരു ചിത്രകാരിയെ പരിചയപ്പെടാം. പത്തനംതിട്ട കൂടൽ സ്വദേശിനി ഗ്രേസി ഫിലിപ്പാണ് 50-ാം വിവാഹ വാർഷികത്തിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിച്ചത്. മുതലാണ് ചിത്രകലയിലുള്ള താല്പര്യം കൊണ്ട് ഗ്രേസി ഫിലിപ്പ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നീട് ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചതോടെ നിരവധി ചിത്രങ്ങൾ വരച്ച് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചു. ഇതിനിടയിലാണ് വിവാഹ വാർഷികത്തിന് 24 മണിക്കൂർ കൊണ്ട് 51 ചിത്രങ്ങൾ വരയ്ക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കൂടെയുള്ള പലരും ഗ്രേസിയുടെ തീരുമാനത്തെ കളിയാക്കി അവഗണിച്ചു. പിന്നീട് നടന്നത് ഗ്രേസി ഫിലിപ്പ് തന്നെ പറയും. 70-ാമത്തെ വയസ്സിൽ ഇപ്പം 50 പടം വരയ്ക്കാൻ പോകുന്നു. ആരെ കൊണ്ട് വരി ഒരു ഉണ്ടല്ലോ നമ്മളെ ഒരു പുച്ഛിച്ച് ഒന്ന് കൊച്ചാക്കി. അപ്പോൾ അതൊരു വാശി, അതാണ് ചാനൽ. പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ അവരെ നമിക്കുന്നു. കാരണം അവരാ വാശി തന്നത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. 5 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ചെലവഴിച്ചാണ് 51 ചിത്രങ്ങൾ 24 മണിക്കൂർ കൊണ്ട് രാത്രിയും പകലുമായി ഗ്രേസി വരച്ചു തീർത്തത്. സാധാരണ കളറുകൾക്ക് പുറമെ സ്മോക്ക് വരെ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കിയത്. മ്യൂറൽ പെയിന്റിങ്ങിലും ഗ്രേസി ഫിലിപ്പ് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. വിശ്രമ ജീവിതത്തിലും തന്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിച്ചു വരികയാണ് ഈ ചിത്രകാരി. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.